ിന് അതിൽ സന്തോഷം ഉൾക്കൊള്ളുന്നതിന് ഏതവൻ തടസ്സം നിന്നാലും സാധിക്കില്ലടോ. ഖിയാമത്ത് നാൾ വരെ ഇത് തുടരുക തന്നെ ചെയ്യും. 300 കൊല്ലത്തിന് ശേഷം വന്നതാ മൗലിദെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന ആക്ഷേപക്കാരാ. ഓരോ കവിതകളുടെയും ഓരോ വചനങ്ങളുടെയും അർത്ഥതലങ്ങള് അതിന്റെ പശ്ചാത്തലങ്ങള് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കഴിവുകെട്ടവനെ, 300 കൊല്ലങ്ങൾക്ക് മുമ്പ് നാം ഈ കാണുന്ന രൂപത്തിലുള്ള മൗലിദുകളില്ല. 300 കൊല്ലങ്ങൾക്ക് മുമ്പ് നാം ഈ കാണുന്നത് പോലുള്ള ആഘോഷങ്ങളില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലം മുതൽക്ക് അവിടുത്തെ വഫാത്ത് മുതൽക്ക് സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളുടെ അവസാനം വരേക്കും താബീകൾ മുതൽ അവരുടെ കാലത്തിന്റെ അവസാനവും ഈ 21ാം നൂറ്റാണ്ടിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ അവരുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട്, അവരുടെ ഓരോ രീതികൾക്ക് വ്യത്യാസം വരുന്ന രീതികൾക്കനുസൃതമായിട്ട് ആഘോഷത്തിന്റെ രൂപം മാറുന്നുണ്ട്, ആഘോഷത്തിന്റെ രീതി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചുവെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ടും മൗലിദ് കഴിക്കൽ ശിർക്കാണെന്ന് പറയാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സന്തോഷിക്കുന്നത് ഹറാമാണെന്ന് പറയാൻ, അനിസ്ലാമികമാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടോ പുത്തൻ പ്രസ്ഥാനക്കാരാ? എങ്കിൽ നിന്റെ ചങ്കൂറ്റത്തിന്റെ പവർ കാണിക്കുന്നത് നിന്റെ ഈമാനിന്റെ ദൗർബല്യമല്ലേ, ഹബീബിനോടുള്ള സ്നേഹക്കുറവല്ലേ? ആ സ്നേഹക്കുറവ് കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ആ ഹബീബിനെ ബുദ്ധിമുട്ടിച്ച് നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിന്റെ റബ്ബ് അവസരം തരുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള സംശയത്തിന്റെ വിത്തുകളെ പിഴുതെറിയാത്ത കാലത്തോളം അല്ലാഹുവിനോട് നിനക്ക് ചോദിക്കാൻ അർഹതയുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിനെ വിഷമിപ്പിച്ചിട്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കാൻ നിനക്ക് ലജ്ജയുണ്ടോ? മുവഹിദീങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ, ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാങ്ങി വിളിക്കുന്ന സമയത്ത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിക്കാതെ നിന്റെ വാങ്ക് ശരിയാകുമോ? എല്ലാ 5 വഖ്ത് നിസ്കാരങ്ങളിലും ഒരു പ്രാവശ്യം അയ്യുഹൻ നബിയു ഓ നബിയേ എന്ന് വിളിക്കാതെ നിന്റെ നിസ്കാരം സഹീഹാകുമോ? പുത്തൻ പ്രസ്ഥാനക്കാരാ, അവരുടെ ശബ്ദം കേട്ടിട്ട്, അവരുടെ വാചകങ്ങൾ കേട്ടിട്ട് സംശയത്തിന്റെ തെരുവിലേക്ക് നയിക്കപ്പെട്ട പാവപ്പെട്ട സഹോദരാ, എനിക്കും നിങ്ങൾക്കും നിസ്കാരം സഹിയാകുമോ? അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ തൊട്ട് ദൂരത്താക്കാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ തൊട്ട് സ്നേഹമില്ലാതാക്കാൻ പരിശ്രമിക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരന്റെ ലക്ഷ്യം, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇപ്പൊ പ്രസംഗിച്ച് നടക്കുന്ന പ്രാസംഗികന്മാർക്ക് പോലും അറിയില്ല കേട്ടോ. അവരുടെ തലതൊട്ടപ്പന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? വിശുദ്ധ ഇസ്ലാമിനെ തകർക്കലാണ്. ആ തകർക്കുന്നതിന് വേണ്ടി അവർ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ള ആ സംഘടനയുടെ ആ പ്രവർത്തനത്തിന്റെ പിന്നോക്കം വരുമ്പോ, അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ, 100 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് എട്ടിൽ പൊട്ടി നശിച്ചു പോകുന്ന പുത്തൻ പ്രസ്ഥാനക്കാരായ കേരളത്തിലുള്ള ആൾക്കാര്, അതുപോലെ കേരളത്തിന്റെ പുറത്തുള്ളവരായാലും ശരി, അവരുടെയൊക്കെയും ലക്ഷ്യം എന്താണ്? അല്ലാഹുവിനോടുള്ള സ്നേഹമാണോ? അല്ലാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമാണോ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നിങ്ങൾ കാത്തോളണേ, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. അല്ലാഹുവിനോട് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹബീബിനെ സ്നേഹിക്കൽ നിർബന്ധമാ. അത് അല്ലാഹു തന്നെ കൽപ്പിച്ചിരിക്കുന്നതാണ്, അത് അല്ലാഹു തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. ആ നിർദ്ദേശത്തെ അതിലംഘിക്കുന്നവൻ മുസ്ലിമാണോ? അല്ലാഹുവിന്റെ ഹബീബിനെ വിഷമിപ്പിക്കുന്നവൻ മുസ്ലിമാണോ? അല്ലാഹുവിന്റെ ഹബീബിനെ ബുദ്ധിമുട്ടിക്കുന്നവൻ മുസ്ലിമാണോ? അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരല്ലേ ഈ കാണുന്നവര്, ഈ പറയപ്പെട്ടവർ അത്തരക്കാരല്ലേ? കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരില് ഒരാൾ ആത്മാർത്ഥമായിട്ട് മദ്ഹ് പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു
ആത്മാർത്ഥമായിട്ടൊരാൾ കവിത ചൊല്ലുമ്പോ അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ശിർക്കിന്റെ അർത്ഥമറിയാത്ത പാവങ്ങളാണവര്. പ്രാർത്ഥനയുടെ അർത്ഥമറിയാത്ത പാവങ്ങളാണവര്. എന്താണ് പ്രാർത്ഥന എന്ന് പോലും അറിയാത്ത ആ വിഭാഗമുണ്ടല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബിനെ പിൻപറ്റൽ മാത്രമാണെന്ന് പറഞ്ഞവര് തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിലോ ഞാൻ ചോദിക്കട്ടെ, സ്നേഹിക്കാതെ നിങ്ങൾക്ക് അയാളെ പിന്തുടരാൻ സാധിക്കുമോ? നിങ്ങൾക്കൊരാളെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് പിൻപറ്റാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യമായി കടന്നു വരേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തോടുള്ള സ്നേഹമാണ്. ആ മനുഷ്യനോടുള്ള സ്നേഹമാണെങ്കിൽ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ സ്നേഹിക്കൂ, ആ ഹബീബിനെ നെഞ്ചിലേറ്റോ, ആ ഹബീബിനെ ഹൃദയത്തിലേറ്റിക്കൊള്ളൂ. അങ്ങനെ ഹൃദയത്തിലേറ്റുമ്പോ ആ ഹബീബ് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളാൻ സാധിക്കൂല കേട്ടോ. ആ ഹബീബിനെ തള്ളാൻ നമുക്ക് സാധിക്കൂല കേട്ടോ. ആ ഹബീബിനെ അങ്ങോട്ട് പ്രേമിച്ചു കഴിഞ്ഞാൽ, ആ ഹബീബിനെ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കൽപ്പനകൾ ശിരസാ വഹിക്കും നമ്മൾ. അവിടെ നിന്നുള്ള നിരോധനങ്ങൾ നമ്മൾ പൂർണ്ണമായും വെടിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ സ്നേഹം ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാ, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിച്ചാൽ അവനെ അള്ളാഹു തആല ശപിച്ചിരിക്കുകയാ. ആ ശാപം ഏറ്റുവാങ്ങണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ പറഞ്ഞോളൂ അള്ളാന്റെ ഹബീബിനെതിരായിട്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മൗലിദ് ചെല്ലുന്നവൻ ചെല്ലിക്കോട്ടെ, ചെല്ലാത്തവൻ ചെല്ലണ്ടെന്ന് വെച്ചാ പോരെ. അല്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ മാതാപിതാക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾ പോകണ്ട എന്ന് ചിന്തിച്ചൂടെ? ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ബാത്തിലാണ്, മൊത്തമായി വലാലത്തിലാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കണം. സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വെറുക്കാതിരിക്കണം. അതിനുള്ള കാരണത്തിന്റെ അടുത്തേക്ക് പോകാതിരിക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത്തരക്കാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പാടില്ലെന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞതിന്റെ കാരണവും അത് തന്നെയാ. അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളിലേക്ക് ദജ്ജാലൂന കദ്ദാബൂന, ദജ്ജാലുകളായ കള്ളം പറയുന്ന, നിങ്ങൾക്ക് മുമ്പുള്ള മാതാപിതാക്കളോ നിങ്ങളുടെ മുൻഗാമികളോ കാണാത്ത പല അസത്യങ്ങളെയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിവരങ്ങളുണ്ടല്ലോ, അവര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇൽമുകള്, അവര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സന്ദേശങ്ങൾ ഒരിക്കലും ഇസ്ലാമികമല്ല. അത് ഇസ്ലാമിന്റെ അടിത്തറ ഇളക്കുന്നതിനെ ഉപകരിക്കുള്ളൂ. അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനെ എങ്ങനെ സ്നേഹിക്കാം, എന്തുകൊണ്ട് സ്നേഹിക്കണം? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു ചെന്നപ്പോ, ഞാൻ പറയുന്നത് റസൂലുള്ളാഹിയെ എന്തുകൊണ്ട് നാം സ്നേഹിക്കണം ചിന്തിക്കണം. അള്ളാന്റെ ഹബീബ് എന്തിനു വേണ്ടി ഇവിടെ നിലകൊണ്ടു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അള്ളാന്റെ ഹബീബിനെ നാം എങ്ങനെ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കാൻ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ളാഹിയുടെ മുഖം ഇങ്ങനെ പ്രസന്നമായി കിടക്കുകയാണ്. അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ഞാൻ ഇതുവരെയും കണ്ട ജനങ്ങളിൽ ഇതുവരെയും അങ്ങയെപ്പോലും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങയുടെ മുഖം ഇത്രയും പ്രഭയോടുകൂടെ ഞാൻ എനിക്ക് മുമ്പ് കാണാൻ സാധിച്ചിട്ടില്ല. അതിലങ്ങുന്ന പ്രഭ, വളരെ തിളങ്ങുന്ന ആ ഒരു നൂറ്, ഒരു പ്രകാശം അങ്ങയുടെ മുഖത്തെനിക്ക് കാണുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ തൽഹയോട് പറയുകയാണ്, അബൂ തൽഹ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും, ഞാൻ എങ്ങനെ ആവേശത്തിലാകാതിരിക്കും, ഞാൻ എങ്ങനെ ആത്മനിർവൃതി കൊള്ളാതിരിക്കും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നിട്ട് അല്പം മുമ്പ് മാത്രമാണ് പോയിരിക്കുന്നത് അബൂ തൽഹ. മാത്രമല്ല ജിബ്രീൽ എന്നോട് പറഞ്ഞ വിഷയമുണ്ടല്ലോ, ആ വിഷയമാണ് എന്നെ ആവേശഭരിതനാക്കിയത് അബൂ തൽഹ. എന്താണെന്നറിയുമോ? ജിബ്രീൽ എന്നോട് പറയുകയാണ്, അങ്ങയുടെ പേരിൽ ആരെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട്, അങ്ങയുടെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത്
സ്വലാത്ത് ചൊല്ലിപ്പോയാൽ ആ മനുഷ്യൻ അല്ലാഹു തആല 10 ഹസനാത്തുകളെ എഴുതി കൊടുക്കുന്നതാണ്. അതുപോലെ 10 പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ സ്വർഗത്തിൽ 10 ദറജകളെ ഉയർത്തി കൊടുക്കുന്നതാണ്. എന്റെ ഉമ്മത്തിന് എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ എന്റെ റബ്ബ് ഇത്രയും വലിയ പ്രതിഫലം നൽകുമെന്ന് എന്റെ സഹചാരി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ ഒരു മലക്ക് പറയുകയാണ്, ഒരു മലക്ക് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് ശരിവെക്കുന്നു. ഞാനപ്പോ ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീലിനോട് ചോദിക്കുന്ന ആരാണ് ഈ മലക്കെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിനോട് മറുപടി പറയുന്നതെന്തേ, എന്റെ പ്രിയപ്പെട്ട ഹബീബേ, അങ്ങയുടെ പേരിൽ ചൊല്ലപ്പെടുന്ന ഓരോ സ്വലാത്തും അങ്ങയുടെ പേരിൽ അറിയിക്കുന്നതിന് വേണ്ടി, അങ്ങേക്ക് കേൾപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങേക്ക് അറിയിച്ചു തരുന്നതിന് വേണ്ടി റബ്ബ് ഒരു മലക്കിനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ മലക്കാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ ഇതിലേറെ ഞാൻ സന്തോഷിക്കാൻ എന്ത് വകയാണ് എനിക്കുള്ളതെന്ന് ചോദിച്ചിട്ട് അബൂ തൽഹയോട് മറുപടി പറഞ്ഞ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് അനുവദിക്കുന്ന, ഉമ്മത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്താവിഷ്ടനായ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉമ്മത്തുകൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉമ്മത്തിന് അനുഭവിക്കുന്ന തീഷ്ണതയുടെ പരീക്ഷണങ്ങളിൽ വേദനിക്കുന്ന മുഹമ്മദ് മുസ്തഫ, അവിടെ നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും എന്റെ ഉമ്മത്തിന് കടന്നു വരുമ്പോ അവർ ശിർക്കിലേക്ക് പോകുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ അവര് തമ്മിൽ അടിച്ചു പിരിയുന്ന, അവര് തമ്മിൽ ചീത്ത പറയുന്ന, സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ട് അവതാളത്തിലാകുന്ന അവസ്ഥയെ ഞാൻ വിഷമിക്കുന്നു എന്ന് പറഞ്ഞ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തുകൊണ്ട് നാം സ്നേഹിക്കാതിരിക്കണം മുഅ്മിനീങ്ങളെ? ബീവിനെ നാം സ്നേഹിക്കാതിരിക്കേണ്ടത്